ഇന്ന് ഫ്രൈഡേ കിച്ചൺ സ്പെഷ്യലിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കുലുക്കി സർബത്തായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു ലെമൺ പൈനാപ്പിൾ കുലുക്കി സർബത്തായാലോ ഇന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ആക്കിയിട്ട് അത് ഐസ് ക്യൂബ്സ് ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് പൈനാപ്പിൾ ഒരു 3-4 ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അതൊരു ഐസ് ട്രേയിൽ ഒഴിച്ച് ഐസ് ക്യൂബ്സ് ആക്കാൻ വെക്കാം. ഇനി നമുക്ക് സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര, ഒരു അല്പം ഉപ്പ്, 1 ടീസ്പൂൺ സാബ്ജ സീഡ് അല്ലെങ്കിൽ കസ്കസ് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ ഒരു പകുതി തൊണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, വളരെ ഒരു ചെറിയ കഷ്ണം മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച ശേഷം 4-5 പീസ് പൈനാപ്പിൾ ഐസ് ക്യൂബ്സ്, ഒരു പച്ചമുളക് കൂടെ ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് കുലുക്കിയെടുക്കണം. കുലുക്കി സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഇത് നന്നായിട്ട് കുലുക്കിയെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗ്ലാസ്സിനെ വേറൊരു ഗ്ലാസ് വെച്ച് അടച്ച് നമുക്ക് കുലുക്കിയെടുക്കാം. അതിൽ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഈ മിക്സ് നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി നന്നായിട്ട് കുലുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ പൈനാപ്പിൾ കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമുക്ക് വീടുകളിൽ എപ്പോൾ വേണേലും ഇത് ഉണ്ടാക്കാമെന്നാണ്. ചൂടുകാലത്ത് മാത്രമല്ല, തണുപ്പത്തും എപ്പോൾ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ.